റെഡി 1 2 റെഡി 1 2 ഹലോ ഗൈസ്, ഇന്ന് നമ്മളെ ഗെയിമിംഗ് ചലഞ്ച് മത്സരത്തിൽ ചലഞ്ചായിട്ട് തിരഞ്ഞെടുത്ത മത്സരം ഞാൻ ഏകദേശം രൂപം കാണിച്ചത് മത്സരത്തിന്റെ 5 ഏകദേശം 15 ഗ്ലാസ് വരും ഒരു കളിക്കിട്ടോ. ഒരു അട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മുകളിൽ ഇത് വെക്കും, ഈ ഗ്ലാസ് വെക്കും, അല്ല ഈ ബോൾ വെക്കും. അതായത് ഈ ഒരു ഗ്ലാസ്, ഈ ഒരു ബോൾ വീകാതെ ഈ ഒരു ഗ്ലാസ് മുഴുവൻ ഒരു കൈ കൊണ്ട് ഒക്കെ അറ്റി വെക്കുക. ബോൾ വീകരുത്. നോക്കുക, അത് വേറൊന്നുണ്ട്. ഇതാണ് കളി. പക്ഷെ ഇതേപോലെ ഞാൻ നിന്ന പോലെ 5 ആളുണ്ടാവും ബാക്കി, 4 ആളുടെ അപ്പുറത്തേക്ക് ഉണ്ടാവും. ആരാ ആദ്യം വെച്ച് തീർക്കണ്, അതാണ് കളി. ആരാ ആദ്യം വെച്ച് തീർക്കണ വെച്ചിട്ടാണെങ്കിൽ പോലെ നമ്മൾ തിരഞ്ഞെടുക്കുക ചെയ്യുക. അങ്ങനെ ഇപ്പൊ 25 ആള് മത്സരിക്കുന്നുണ്ട്. 25 ആളെന്ന് ചുരുക്കി പറഞ്ഞാൽ 5 സ്റ്റെപ്പ് കളിയിൽ നിന്ന് 5 ആളെ കിട്ടും. ആ 5 ആളെ വെച്ചിട്ട് ലാസ്റ്റ് ഒരു ഫൈനൽ മത്സരം. അതിലെ വിജയികളെ 3 ആള് തിരഞ്ഞെടുക്കുക. അതാണ് ഇന്നത്തെ മത്സരം. മനസ്സിലായി എല്ലാവർക്കും? ഒന്ന് ഗ്ലാസ് വെച്ചോളി, നമുക്ക് വേഗം തുടങ്ങാം. അപ്പൊ ഇതില് ഫസ്റ്റ് കളി തുടങ്ങാം. കളി തുടങ്ങാനുള്ള 5 ആള് ഫസ്റ്റിൽ എഴുതിയെടുത്ത 5 ആള് വാ. ഈ കളിയിൽ പങ്കെടുക്കുന്ന ഫസ്റ്റിലെ 5 ആളുകളാണ് ഈ കളി. ഇതിന്റെ രീതി മനസ്സിലായില്ലേ? ഞാൻ വിസിലടിക്കുമ്പോ ഇത് തുടങ്ങാം. ഗ്ലാസ് മേലെന്ന് ഇറക്കി വെക്കുക. ഇനിയിപ്പോ ഒരാൾക്ക് ഗ്ലാസ് വന്ന് ബോള് വീണെന്ന് കൂട്ടിക്കോളി, കുഴപ്പമില്ല. ആരാ ആദ്യം അവിടെ ചെയ്ത് തീർക്കണേ ഓന് കളിന്ന് എന്തായാലും ഓലാണ് ജയിക്കുക. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഇനിയിപ്പോതേ ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോ ഒരാൾ തുടങ്ങി, താഴ്ചോ. ഇതിപ്പോ ഒരാൾ തുടങ്ങിയിട്ട് ഓന്റെ കേൾക്കുന്ന ഗ്ലാസ് വീണ്, അല്ല ഗ്ലാസ് വന്ന് ബോള് വീണെന്ന് കൂട്ടിക്കോ, എന്നാലും ഓനെ എടുത്തച്ചാണ്ട് പിന്നെ തുടങ്ങാം. ആദ്യം കഴിച്ചില്ലാണെങ്കിൽ ആദ്യം ജയിക്കണോലാണ് ഇതിൽ കളിയിൽ. അതാണ് ഇതിന്റെ യഥാർത്ഥ ഇത്. ടൈമില്ല. ആദ്യം തീർക്കുന്ന ആളുകളെ മാറ്റി നിർത്താൻ. ഈ 5 ആളും വെക്കുകയാണെങ്കിൽ എന്തായാലും ഒരേപോലെ എന്തായാലും ചെറിയൊരു മാറ്റം, എന്തെങ്കിലും കൈ എടുക്കണ മാറ്റം അല്ലെങ്കിൽ ബെരക്കണ മാറ്റം എന്തായാലും ഇതാക്കൂല. തുടങ്ങാട്ടോ, കളി തുടങ്ങാട്ടോ. ഓക്കെ, റെഡി അല്ലേ? റെഡി 1 2. ഒരു കയ്യിൽ കൂടുതൽ ഉപയോഗിക്കരുതട്ടോ. ഇത് കളി കഴിഞ്ഞിട്ടോ നിന്ന് റംസിൽ എന്ന് പറഞ്ഞ ഒരാളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വെച്ചോ ഇതില് ആളെ ചോദിച്ചില്ലേ റംസിൽ. ഇനി അടുത്ത ആള് 5 ആള് അടുത്ത 5 ആള്. ഇതേ രണ്ടാമത്തെ സ്റ്റെപ്പ് മത്സരാട്ടോ. ആദ്യത്തെ 5 ആള് മത്സരിച്ച് അതിലൊരാളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇത് അടുത്ത 5 ആള് ഇതിൽ നിന്ന് ഒരാളെ കിട്ടാൻ വേണ്ടിട്ട് നോക്കാം. ഓക്കെ, റെഡി 1 2. മറ്റേ കൈ എടുത്തോ, മറ്റേ കൈ എടുത്തോ, ബോൾ കൊണ്ട് ഇട്ട് തുടങ്ങാണ്ട് ഇതിൽ ഒരാള് സിദ്ധിക്കട്ടോ. അടുത്താള് ഇത് വെച്ചിട്ട് ക്ലാസ്സേക്ക്. ഓക്കെ അല്ലേ? ബോൾ പിടിച്ചാനല്ല, ബോൾ പിടിക്കാൻ പറ്റില്ല കേട്ടോ. നിൽക്കട്ടോ. ഇപ്പൊ 10 ആള് മത്സരിച്ചാല് 2 ആള് തെരഞ്ഞെടുത്തിട്ട് ഇത് 3ാമത്തെ സ്റ്റെപ്പ് മത്സരാട്ടോ. ഓക്കെ, റെഡി 1 2. കറക്റ്റ് മത്സരാട്ടോ. കറക്റ്റ് മത്സരാണ്.
ഇവിടെ ഒരാളുണ്ട്. കഴിഞ്ഞ് കളി കഴിഞ്ഞു. ആ ലാസ്റ്റുള്ള ആളാട്ടെ തെരഞ്ഞെടുത്തതിൽ ഓന്റെ ആദ്യം തീർന്നിട്ടുണ്ട്. ഓക്കെ, അടുത്താള് നമ്മളെ കളിക്ക് ആള് കുറയണെന്നുള്ള പരാതി ഉണ്ട്. എടത് വെച്ച ബാൻ തീരോടെ അപ്പൊ കളി. കുഞ്ഞുമോടെ അനീസോടെ ഇപ്പൊ 15 ആള് മത്സരിച്ചില്ലേ? 20ാമത്തെ ആള്. ഈ കളിയിൽ പുതിയൊരാളുണ്ട് കേട്ടോ. റെഡി നിൽക്ക്, പറയും ഞാൻ വിസിലടിക്കുമ്പോ തുടങ്ങാം. ഓക്കെ, 15 ആള് മത്സരിച്ച് 15 ആള് മത്സരിച്ച് അതിന് 3 ആളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരാൾ എടുത്താല് 4 ആളും. ഒരു റൗണ്ട് പിടിക്കാം. റെഡി, 1 2. ഒരുവിധം കാറ്റിന് ഗ്ലാസ് ബോള് പോകൂല. ഇതിലൊരാള് ഈ റാസിക്കാരനാണ് ലാസ്റ്റ്. 5 ആളുകൾ കാണില്ല. ഇല്ല, നമുക്ക് ലാസ്റ്റ് തരാം. ഓക്കെ, നിക്ക് 4 സ്റ്റെപ്പ് മത്സരം വെച്ച് 4 ആളെ തെരഞ്ഞെടുത്ത്. ഇത് 5ാമത്തെ സ്റ്റെപ്പാണ്. ഇതിൽ നിന്ന് ഒരാൾ തെരഞ്ഞെടുത്താൽ അടുത്തത് ഫൈനലാ. ഈ 4 സ്റ്റെപ്പിൽ നിന്നും തെരഞ്ഞെടുത്ത 5 ആളെ വെച്ചിട്ട് 4 ആളപ്പ് ഇതിൽ നിന്ന് ഒരാൾ എടുത്താൽ 5 ആളായി. ആ 5 ആളെ വെച്ചിട്ട് ഒരു ഫൈനൽ മത്സരം. അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പരിപാടി കഴിഞ്ഞു. ഇത് ആ ഫൈനലിലേക്കുള്ള ഇതിൽ നിന്നുള്ള ഒരാളെ ഇതിൽ നിന്ന് കൊടുക്കും. ഓക്കെ, റെഡി, 1 2. ഇയാള് പുതിയ ആളാട്ടോ. ഇയാള് പുതിയ ആളാണ്. ഫോൺ എടുത്തു വെച്ചോ. ഇതില് എന്റെ പേര് തരി, വൈശാഖാരനാളെ ഇതിൽ തെരഞ്ഞെടുത്തു. അപ്പൊ ഫൈനലിലേക്കുള്ള ആളുകളെ ഇരിയോ? ഫൈനൽ ഫൈനൽ മത്സരം. ആ 5 റൗണ്ടിൽ നിന്ന് തെരഞ്ഞെടുത്ത 5 ആളെ വെച്ചിട്ട് ഫൈനൽ മത്സരം. ഇതിലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ 3 പ്രൈസ് എങ്ങനെ നോക്കാരോ? നമ്മൾ ക്യാമറ അടിസ്ഥാനത്തിലാണ് നോക്കുക. അതായത് ഇതിൽ 3 ആളെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യും. കഴിഞ്ഞ 5 റൗണ്ടിൽ നിന്നുള്ള ഓരോ ആളുകളെ സെലക്ട് ചെയ്തിട്ടാണല്ലോ ഈ ഫൈനൽ മത്സരം നടത്തുന്നത്. അപ്പൊ ഇതിൽ നിന്ന് 3 ആളെ സെലക്ട് ചെയ്യും. ആ 3 ആളെ സെലക്ട് ചെയ്ത് നമ്മൾ ക്യാമറ, അതായത് ഇപ്പൊ ലാസ്റ്റ് വെച്ച് ആ കൈ എടുക്കണം, മറ്റവന്റെ കൈ അയിമലുള്ളൂ ചിലപ്പം, അല്ല മറ്റവന്റെ കൈ എടുത്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഇതിലെ വിജയികളെ തെരഞ്ഞെടുക്കാം. ഓക്കെ, നിനക്ക് മത്സരിക്കല്ലേ? ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഫസ്റ്റ് നമ്മൾ സിദ്ദീഖ്. എന്താ കളിനെ പറ്റിയ അഭിപ്രായം? കളി അത്യാവശ്യം നല്ല കളിയാണ്. നല്ല ഒരു തന്ത്രം, അതേപോലെ തന്നെ വളരെ ഐഡിയ ഉപയോഗിച്ച് കളിക്കാൻ പറ്റിയ കളിയാണ്. വിജയിക്കുന്നാണ് പ്രതീക്ഷ. പിന്നെ ഇവരൊക്കെ നല്ല കരുത്തരാണ്. അടിപൊളി. വൈശാഖ് അടിപൊളി. അപ്പൊ തുടങ്ങട്ടെ, മത്സരം തുടങ്ങാണ്. ഓക്കെ, നിക്കട്ടോ. ഞാൻ വിസിലടിക്കുമ്പോ 2ാമത്തെ കൈ ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. കേട്ടോ, നിങ്ങൾ വേണമെങ്കിൽ ഗ്ലാസ് പിടിച്ചോളി. റെഡി, 1 2. ഒരു സെക്കൻഡ്.
ഇതേ ഞാൻ കളി കഴിഞ്ഞത് ക്യാമറയിൽ ഒന്ന് നോക്കി. ക്യാമറയിൽ കഴിഞ്ഞപ്പോ ഈ തലക്കൽ ആളാണ്, ഈ തലക്കൽ ഇന്ന ആളാണ് ഫസ്റ്റ് തീർത്തത്. പക്ഷെ ഓന്റെ ബോള് വീണ് ഓൻ പിന്നെ ഈ കൈ കൊണ്ട് പിടിച്ച് കൈ കൊണ്ട് ബോൾ എടുത്തച്ച്. അപ്പൊ ഓൻ അവിടെ വരില്ല എന്തായാലും. പിന്നെ ഈ ലാസ്റ്റിക്ക് ഈ തലക്കലുള്ള ആള് ഇവിടെ ഉള്ളൊരു വൈശാഖ് ഇവിടെ അല്ലേനോ, ഈ വൈശാഖാണ് ഫസ്റ്റ് തീർത്തത്. രണ്ടാമത് തീർത്ത് സിദ്ദീഖ് ബാബുവാണ്. മൂന്നാമത് നമുക്ക് ഇവനെ വെക്കാം. പിന്നെ റാസിക്ക് ഫുള്ള് ഔട്ടായില്ല. ക്യാമറ പിന്നെ വലിച്ചോട്ടെ പറഞ്ഞുതരാം. ആ കളിയിൽ ഫസ്റ്റ് സെക്കൻഡ് കിട്ടി. മൂന്നാമത്തെ സ്ഥാനത്ത് ഒരാൾ മൂപ്പര് പോയിട്ടുണ്ട്. അപ്പൊ ഇവര് ബാക്കി മൂന്നാം സ്ഥാനത്തേക്കുള്ള ഇതിൽ രണ്ടാളുള്ള ആരൊരാൾ തരണ്ട്. ആ ഫസ്റ്റിലെ കളിയിൽ ഇവനക്കും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഇവനും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ ആരെ തീർക്കണം നമുക്ക് ഇതില് മൂന്നാം സ്ഥാനത്തിന് ആളെ തിരഞ്ഞെടുക്കും. ഓക്കെ, റെഡി? 1 2. മൂന്നാം സ്ഥാനത്തേക്കുള്ള മത്സരം ആരൊക്കെ പോവാനട്ടോ ഇവൻ തന്നെയാണ്. അപ്പൊ ഓക്കെ, ഇനി പേർക്കുള്ള സമ്മാനം കൊടുക്കട്ടെ. നമ്മൾ റെഡി കഴിഞ്ഞു. റെഡി? എവിടെ സമ്മാനം? ഇവിടെ ഈ കളിയിൽ തിരഞ്ഞെടുത്ത ഈ കളിയിലെ പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇതിലെ മൂന്നാമത്തെ വിജയിക്കുക, അതായത് പിന്നെ തേർഡ് പ്രൈസ് കിട്ടിയ മുത്തൂനെ സാധല്ല പേര് വാ അലിക്കാക്ക ഒരു സമ്മാനം കൊടുക്കി. ചെറിയ കളിയായതുകൊണ്ട് ചെറിയ സമ്മാനം കൊടുക്കണം. കൊടുത്തെടുത്താൽ ഇവനാണ് മൂന്നാം സ്ഥാനം കിട്ടിയത്. അതൊന്നും കാണിക്കണ്ട, ഓല് പൈസ തന്നൊന്നുമല്ല, കാണിക്കൊന്നും വേണ്ട. പിന്നെ ഇനി രണ്ടാം സ്ഥാനം കിട്ടിയാരാണ്? നമ്മളെ സിദ്ദീഖ് ബാബു. റൈറ്ററാണ്, ചാനലിൽ എല്ലാവിധ സപ്പോർട്ട് ചെയ്ത് നമ്മളെ സഹായിക്കുന്ന ആളാണ്. ഇതുപോലെ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഓന് സമ്മാനം കൊണ്ടുപോയില്ല. കളി നല്ല അഭിപ്രായം, ഞാൻ പറഞ്ഞല്ലോ, നല്ല കളിയാണ്. സമ്മാനം തിരിച്ചു തരാം. എത്ര കഷ്ടപ്പെട്ട് കളി നടത്തണം, ഞങ്ങൾക്ക് ഈ സമ്മാനം തിരിച്ചേൽപ്പിക്കും. അല്ല എനിക്ക് വേണ്ടേ, കൊണ്ടുപോകണം. സമ്മാനം പിടിച്ചോ? ഓന് സമ്മാനം കിട്ടി ഓൻ കൊണ്ടുപോകില്ല. അതായത് സമ്മാനം വാങ്ങണ കഥ എങ്ങനെയാന്നുള്ള ഓൻ അറിയാം. അതുകൊണ്ട് സമ്മാനം എനിക്ക് ഓന് കളിയിലും പങ്കെടുക്കും, സമ്മാനം കിട്ടുമോ സമ്മാനം കൊണ്ടുപോകില്ല. നിങ്ങളെല്ലാരും പറഞ്ഞല്ലോ സമ്മാനങ്ങൾ വളരെ മോശമാണ്, ഇത് വാങ്ങണ കോല എങ്ങനെയാന്നുള്ള എനിക്ക് അറിയുള്ളൂ. അപ്പൊ ഇനി ഫസ്റ്റ് പ്രൈസിലുള്ള നമ്മളെ തെരഞ്ഞെടുത്ത ആരാണ്? വൈശാഖ് ആള്. ഇതിക്കൊരു അവിടെയും കൂട്ടണം. ഇന്ന് സമ്മാനം കൊടുക്കണം നമ്മളാള് വൈശാഖിന്, മകേഷും ആലുക്കുവായിക്കുന്ന ആള്. ഓക്കെ, ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആൾക്ക് കൈയടിക്കാൻ പറഞ്ഞില്ല. കൈയടിക്കാനുള്ള ആളുകളൊക്കെ കഴിഞ്ഞു, നോമ്പായിട്ട് എല്ലാവരും പോലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കളി ഇവിടെ അവസാനിച്ചു. അപ്പോൾ നമ്മളെ ഗെയിമിംഗ് ചലഞ്ച് മത്സരത്തിൽ നെക്സ്റ്റ് മത്സരം അടിപൊളി ഒരു മത്സരവുമായിട്ട് ഞങ്ങൾ വരും. പിന്നെ നമ്മുടെ ചാനൽ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ കളി എനിക്ക് പറഞ്ഞു തരാറ് നിങ്ങൾ, അത് വേറെ രസമുണ്ട്. ഈ കളിൻ്റെ മനസ്സിലുണ്ടേനു, പക്ഷെ ഇതിൻ്റെ ഈ രീതി പറഞ്ഞത് വേങ്ങറുള്ള ഒരു സലാം കളത്തിങ്ങൽ എന്ന് പറഞ്ഞ കളത്തിങ്ങൽ സലാം എന്ന് പറഞ്ഞ ആള് മൂപ്പര് നമ്മളെ ചാനലിൽ കമൻ്റ് ആയിട്ട് വന്ന് ഞാൻ ലൈവിൽ പോകുമ്പോൾ മൂപ്പര് വരലുണ്ട്. എനിക്ക് എന്നോട് ലൈവ് കൂടെ എൻ്റെ നമ്പർ വാങ്ങി എന്നെ ഫോൺ ചെയ്യലുണ്ട്, വാട്സപ്പ് കൂടെ പിന്നെ ചാറ്റ് ചെയ്യലുണ്ട്. അപ്പോൾ മൂപ്പർക്ക് വേണ്ടി മൂപ്പരാണ് ഈ കളീൻ്റെ ഐഡിയ പറഞ്ഞത് എനിക്ക്. അതേപോലെ നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ കളി ചെയ്യും. അപ്പോൾ ഈ കളി എനിക്ക് വളരെ ഒരു ത്രില്ലായിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും ത്രില്ലായിട്ട് തോന്നിയില്ല അല്ലേ? നല്ല നേക്കായിട്ട് തോന്നിയിട്ടുണ്ട് കളി. അപ്പോൾ സലാം കളത്തിങ്കൽ എന്നുള്ള ആള് ഒരു പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മളെ കളിക്കൊക്കെ പങ്കെടുക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പൂർണ്ണമായിട്ട് സ്വീകരിക്കാം. മറ്റേ നിങ്ങളെ അതേമാതിരി എന്ത് ഗെയിമുകൾ ഉണ്ടെങ്കിൽ അറിയിച്ചോളി, നമ്മൾ ഉഷാറായിട്ട് ചെയ്യും. നമുക്ക് അറിയുന്ന കോലത്തിൽ നമ്മൾ ചെയ്യും. അപ്പോൾ ഇന്നത്തെ കളിയോടെ അവസാനിച്ച് നമ്മളെ ചാനലുകൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ, ശരി.